ഒന്ന് വൈഡായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം സ്ത്രീജനങ്ങൾ അവർ ഈ വെയിലും കൊണ്ട് ഇതൊരു സ്ത്രീകളുടെ മേഖലയാണോ മത്സ്യക്കച്ചവടം എന്നൊരു സംശയം തോന്നും. അതാണ് ഇവിടെ കച്ചവടം ചെയ്യാനിരിക്കുന്നത്. മീൻ മനസ്സിലായല്ലേ? മനസ്സിലായി. അപ്പൊ എന്നെ മനസ്സിലാകുന്ന ആളുകളുണ്ട് ഇവിടെ. ഇവിടെ വരുന്നവരൊക്കെ ചോദിക്കുന്ന വല്ലതും അന്ന് വാങ്ങിക്കാറുണ്ടോ? അതോ വില കുറച്ച് തരും, വില കുറച്ച്? അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂട്ടി പറയും അല്ലേ? അതൊക്കെ സത്യം. അതിനകത്തൊന്നും കള്ളാവുന്നില്ല. അതൊക്കെ സത്യസന്ധമായിട്ട് പറയും. എന്നിട്ട് ഇരുന്ന് ചിരിക്കുന്നുണ്ടോ ഇവിടെ? അതൊക്കെ അത് കൊച്ചു കുട്ടികളല്ലേ, അവർക്ക് നാണക്കേടില്ല. നമ്മൾ അങ്ങനെ അതെ. ഇത് ഞാൻ ഊരമ്പില് രാവിലെ വെളുപ്പിനെ അവർ പറഞ്ഞില്ല, നമ്മുടെ ഓട്ടോറിക്ഷ ചേട്ടന്മാർ പറഞ്ഞ 3:30-4 മണിക്ക് തുടങ്ങുന്ന മാർക്കറ്റാണ്. ഇപ്പൊ സമയം ഒരു 1 മണി 1:30 അപ്പോഴും നമ്മുടെ ഈ ചേച്ചിമാര് അമ്മമാരൊക്കെ ഇങ്ങനെ കച്ചവടം. അത് മൊത്തം നോക്കി എല്ലാവരും സ്ത്രീജനങ്ങളാണ്. പോണം സർ, എല്ലാവരും സ്ത്രീജനങ്ങളാണ് ഇവിടെ കച്ചവടം ചെയ്യാനിരിക്കുന്നത്. മീൻ മനസ്സിലായല്ലേ? മനസ്സിലായി. അപ്പൊ എന്നെ മനസ്സിലാകുന്ന ആളുകളുണ്ട് ഇവിടെ. മീൻ, പച്ചക്കറി ഇതൊക്കെയാണ് വിൽക്കുന്നത്. എല്ലാവരും വല്ലതും വാങ്ങിച്ചോ? വാങ്ങിച്ചില്ലേ? ഓ, എന്ത് ചൂര നല്ലയാ? നല്ല സുന്ദരി ചൂര. ഞാൻ തിരുവനന്തപുരം തന്നെ വാങ്ങിച്ചല്ലോ. ഇതെന്താണ് എല്ലാത്തിനും ഇങ്ങനെ തുറന്നിരിക്കുന്നത്? പച്ചയാണെന്ന് കാണിക്കാൻ വേണ്ടി. നല്ല പച്ച അല്ലെങ്കിൽ ഇവിടെ ഊരമ്പ് മാർക്കറ്റ് വന്ന എല്ലാം പച്ച കിട്ടത്തോളം എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങള് തിരുവനന്തപുരത്ത് വരും. ഞാനിങ്ങനെ ഇതുവഴി പോയപ്പോഴേ ഇവിടെ ഊരമ്പ് മാർക്കറ്റ് നല്ല പച്ചമീനൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ രാവിലെ വെളുപ്പിനെ പോലെ തുടങ്ങിയാൽ രാത്രി വരെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്നാ ഒന്ന് കയറി കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന മീന്? എറണാകുളത്ത് നിന്ന് വരുന്ന ഇതാ ഇവിടുത്തെ കടപ്പുറത്ത് മീൻ വിഴിഞ്ഞത് മീൻ. ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു. എറണാകുളത്ത് നിന്ന് മീനല്ലേ ഇങ്ങോട്ട് കള്ളി ചിരിക്കുന്നുണ്ട്. നോക്കി ആ ചിരി നോക്കി കണ്ട നമ്മളെ പറ്റിച്ചിട്ടുള്ള ചിരി നോക്കി. ഇത് കുഞ്ഞു ചൂര, വലിയ ചൂര. മീൻ വേണ്ട, ഞാൻ ഇന്ന് കാണാൻ വന്നത്. കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. എന്താ ഓ പൊങ്കാലയാണ്, അതുകൊണ്ട് എല്ലാരും അമ്പലത്തിലൊക്കെ പോയി. ഇന്ന് ലാഭമാണ്. ഇന്ന് വാങ്ങിച്ചാൽ നല്ല. അതെ അതെ. എന്നും കച്ചവടത്തിന് വരുന്ന ഇവിടെ. അത് കൊച്ചു കുട്ടികളല്ലേ, അവർക്ക് നാണക്കേടില്ല. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? കച്ചവടമൊക്കെ ഉണ്ടേ. ഞങ്ങളിവിടെ ഈ സ്ഥലത്തുള്ളതല്ല വാങ്ങിക്കാന്. വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? നമ്മള് എറണാകുളത്ത് നിന്ന് വരിക. ഇങ്ങനെ സഞ്ചരിച്ച് വന്നപ്പോ കണ്ട. എന്തുണ്ട് വിശേഷം? സുഖാണ്? ലോൺ തരാനോ? അയ്യോ, ഞാണ്ട് ഒന്നുമില്ല, ചുമ്മാ ഒന്ന് കാണാൻ വന്ന. സുഖല്ലേ? ചൂരയും കൊഴിയാളയും തന്നെ എല്ലായിടത്തും അല്ലേ? ഇന്ന് അത് തന്നെ. സാധാരണ ഈ വേറെ മീനൊക്കെ കിട്ടാറുണ്ടോ? അല്ല, പൊതുവെ നമ്മൾ ഇവിടുന്ന് കൊല്ലംകോട് നിന്ന് വരുന്നതാണ് ഇത് അല്ലേ? എല്ലാം പച്ചമീനാ. അവിടെ നിന്ന് വരുന്നതാണല്ലേ? വെളുപ്പിനെ വരുമല്ലേ? 4 മണിക്ക് വരുമോ? എത്ര മണിക്ക് വരും? എത്ര മണിയാകുമ്പോ വരും? 7 മണിയാകുമ്പോ വരും. എത്ര മണി വരെ ഉണ്ടാവും? രാത്രി. അതുവരെ ഉള്ള മീനുണ്ട് കയ്യില്. അത്ര നേരം ഇരുന്ന ആഹാരമൊക്കെ ഇവിടെ തന്നെ കഴിക്കും ഇല്ലേ? അതെന്താ? ഓ, പകൽ ഇവിടെ ഇരിക്കും, രാത്രി പോയിട്ടുള്ള ആഹാരം കഴിപ്പേ ഉള്ളൂ. അത്രേ ഉള്ളൂ, രാത്രിയിലുള്ള കഴിപ്പേ ഉള്ളൂ. അതൊരു കഷ്ടപ്പെട്ട പണിയാണല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അതിനനുസരിച്ച് വല്ലതും കിട്ടുമോ? അല്ല, ഇതിനനുസരിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ വല്ലതും കിട്ടുമോന്ന് ചോദിച്ചു. പ്രയോജനമുണ്ട്, കുടുംബമൊക്കെ നോക്കാൻ പറ്റുന്നു. അങ്ങനെയുണ്ട്.
എന്നാലും കുടുംബമൊക്കെ നോക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ വരുന്നവരൊക്കെ ചോദിക്കുന്ന വല്ലതും അന്ന് വാങ്ങിക്കാറുണ്ടോ? അതോ വില കുറച്ച് തരും, വില കുറച്ച്? അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂട്ടി പറയും അല്ലേ? അതൊക്കെ സത്യം. അതിനകത്തൊന്നും കള്ളാവുന്നില്ല. അതൊക്കെ സത്യസന്ധമായിട്ട് പറയും. എന്നിട്ട് ഇരുന്ന് ചിരിക്കുന്നുണ്ട് ആള്. ആരും പറ്റിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ശരി ശരി. ആണോ? വാള എല്ലായിടത്തും ഇല്ലല്ലോ. വാള ഒരാൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ. എന്ത് നല്ല വിലയാണോ വാളയ്ക്ക്? നല്ല വിലയാണ്. 300 രൂപ, 3000 രൂപയ്ക്ക് വാങ്ങിച്ചു. ഒരു പെട്ടി 3000 രൂപയ്ക്ക് വാങ്ങിച്ചു. ദൂരെ നിന്ന് വരുന്ന അല്ലേ? അപ്പൊ ഇങ്ങനെ നിങ്ങള് വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊക്കെ ഇരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. കണ്ടില്ലേ? ഒന്ന് വൈഡായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം സ്ത്രീജനങ്ങൾ അവർ ഈ വെയിലും കൊണ്ട്, മഴയാണെങ്കിൽ മഴ, വെയിൽ കൊണ്ടൊക്കെ ഇങ്ങനെ. ഇതൊരു സ്ത്രീകളുടെ മേഖലയാണോ മത്സ്യക്കച്ചവടം എന്നൊരു സംശയം തോന്നും. അവർ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ, വെളുപ്പിനെ വരും, രാത്രി 10 മണിയില്ല. ഇതിനിടയിൽ ഭക്ഷണമില്ല, മറ്റു കാര്യങ്ങൾക്കൊന്നും മാർഗമില്ല. അവരിവിടെ ഇരിക്കും, കച്ചവടം ചെയ്യും. അവരെന്നിട്ട് കുടുംബം നോക്കുന്നുണ്ട്. അവർ ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ട് ഓരോന്നൊക്കെ വില കുറച്ച് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അവർ കുറ്റം പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല, അവരുടെ ഒരു അധ്വാനവും ജീവിതവും നമ്മൾ കാണുക. എല്ലാവരുടെ ഇരുത്താണ്ടല്ലേ വിഷമിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. എന്താണ് ഇത്ര വിഷമിക്കുന്നത്? ആരും വന്ന് വാങ്ങിച്ചില്ലേ? ഒരു വല്ലാത്ത വിഷമം പോലെ. അതെ അതെ അതെ. ചൂര 5-6 കൂടെ പോയാൽ തീരുമല്ലോ, കച്ചവടം തീരുമല്ലോ ഇന്നത്. നല്ല നല്ല അതെ 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 അതെ. ഇനിയിപ്പോ തീരും അല്ലേ? എത്ര മണി വരെ ഇരിക്കും സാധാരണ? ഇടയ്ക്ക് മുറുക്കാനൊക്കെ ഉണ്ട്. ചോറ് കഴിക്കാൻ ഇരിക്കാതെ പറ്റുമോ? കുടിക്കുന്നവര് കുടിക്കാൻ ചോറ് ഇവിടെ ഉണ്ടാവും. എവിടെ അടുത്ത് തന്നെയാണോ വീട്? ഇത് കുറച്ച് കഴിഞ്ഞ് 10 മണി 11 മണിയാകുമ്പോ പിന്നെ എങ്ങനെ പോകും? 300 രൂപ ഇങ്ങോട്ട് വരുമ്പോഴോ? അപ്പൊ 300, 400, 600 അങ്ങനെ പോയി. ഇവിടെ വന്നിട്ട് ഒരു ചട്ടിക്ക് 150 രൂപ കൊടുക്കണം. അത് പലിശ വാടക കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കവർ വാങ്ങിക്കണം 100 രൂപ. അപ്പൊ 850 രൂപ ഇതുവരെ എടുക്കണം. 100 രൂപ ഐസ് വാങ്ങിക്കണം 10, 200, 250 രൂപയ്ക്ക്. അതെല്ലാം ഇതിൽ തന്നെ ചെലവ്. നിങ്ങൾ ഞങ്ങളെ പിടിച്ചിട്ട് അവിടെ പോയിട്ട് ഇതെല്ലാം പറയണം. ഞങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് പറയും. സീരിയല്, സിനിമ ഇതെല്ലാം കൊണ്ടുപോകണം. മൊത്തം 1000, 1200 രൂപ ഡെയിലി ചെലവുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എല്ലാം കിട്ടേണ്ടത്. ചിട്ടിക്ക് കൊടുക്കണം 200, 500 രൂപ കൊടുക്കണം. എങ്ങനെ പോവും? എങ്ങനെ ഈ കച്ചവടം ബിസിനസ് ചെയ്ത് കട്ട വെയില് ഞങ്ങൾ ചോറ് വിടന്ന് ഒരു ഊണി ഇന്നണമെങ്കിൽ മീനോടെ 100 രൂപ കൊടുക്കണം. അത് വേണം. നമ്മളെ ഭക്ഷണം കഴിക്കണ്ടേ? വേണ്ടേ? വേണോ? വേണമല്ലോ. അപ്പൊ ഇതെല്ലാം ആറ് കൊണ്ടുതരും. ഞങ്ങൾ തന്നെ വേല ചെയ്ത് ഞങ്ങളെ കുടിയന്മാരെന്ത് ചെയ്യാം? അവരെ കുടിക്കും. അവർക്ക് കുടിക്കാൻ വേണ്ടിയാണ് ഈ കഷ്ടപ്പെട്ട് നമ്മളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിനിപ്പോ കഷ്ടപ്പെട്ടില്ല, നമ്മളെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടും. കറക്റ്റ്. അതെ അതെ അതെ. പക്ഷെ ഒരു അടിപൊളി കുട കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഇമാട്ട കുട മോദി തന്ന കുടയാണ്. അതെ. അപ്പൊ വെയിൽ കൊള്ളാതിരിക്കാൻ എന്തായാലും തൽക്കാലം. ശരി ശരി ശരി. അപ്പൊ നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലായി, എന്തായാലും നിങ്ങളുടെ അധ്വാനവും മനസ്സിലായി. എല്ലാം നന്നായിരിക്കട്ടെ. എല്ലാവരും ഉണ്ട്. ഇവിടെ എന്തായാലും ജോലി ചെയ്ത് ജീവിക്കുന്നല്ലോ. ജോലിയില്ല ഇവിടെ. എന്ത് കിട്ടാൻ ഇവിടെ 5 മണിക്ക് പോകും. ഇവിടെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകും. അത് കഴിഞ്ഞിട്ട് രാത്രി 11 മണി 10:30 പോകും. അതെ. ഇവിടെ ഇതാണ് ഇവരുടെ എല്ലാത്തിനും അതിൻ്റെതായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമുണ്ട്. ബുദ്ധിമുട്ടോടു കൂടി ജോലി ചെയ്യുന്ന ഒരു കൂട്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത്, സ്നേഹം തോന്നിയത്, സ്ത്രീകൾ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ചേച്ചിമാർ, അമ്മമാർ മാത്രമാണ് ഇവിടെ നിന്ന് ഈ കച്ചവടം, ഈ വെയിൽ കൊണ്ട് കച്ചവടം ചെയ്യുന്നത്. ഇവിടെ എല്ലാവരുടെയും വീട്ടിൽ ആണുങ്ങളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഓരോ കാര്യങ്ങൾ സഹായിക്കുന്നുണ്ടാവും. എങ്കിലും ഇവരുടെ ഈ അധ്വാനത്തെ ഞാൻ മാനിക്കുന്നു. ഇവർക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. നിങ്ങളുടെ കച്ചവടം നടക്കട്ടെ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കട്ടെ. പോട്ടെ, കാണാം.